നമസ്കാരം. CPM യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വയനാട് ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ചെടുത്ത തുക കോടികൾ മുക്കി എന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. CPIMൻ്റെ നവമാധ്യമ പ്രചരണ വിഭാഗം തലവൻ മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ MV നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിരന്തരമായി കഴിഞ്ഞ 1-2 ദിവസങ്ങളായി കോൺഗ്രസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കോൺഗ്രസിൻ്റെ ഈ വയനാട് ദുരന്തബാധിതരെ മുൻനിർത്തിയുള്ള ഫണ്ട് കളക്ഷൻ, അതായത് വയനാട് ദുരന്തബാധിതർക്ക് 100 വീടുകൾ വച്ചു നൽകാം എന്ന് കോൺഗ്രസ് വാക്കുകൊടുത്തിരുന്നു, വാഗ്ദാനം നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചിരുന്നു. ഉന്നത സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫണ്ട് പിരിച്ചത്. ആപ്പിലൂടെയാണ് ഫണ്ട് പിരിച്ചത്. ഈ ഫണ്ട് പിരിവ് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആപ്പ് ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നത് എന്ന് അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ആ ആപ്പ് പ്രവർത്തനരഹിതമാകുന്നു. ആവശ്യത്തിന് പൈസ കിട്ടിയതുകൊണ്ടത് ക്ലോസ് ചെയ്തു എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. എന്നാൽ വയനാട് ഫണ്ട് എത്ര രൂപ തുക കിട്ടി എന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തിയില്ല. അത് വെളിപ്പെടുത്തണം എന്ന് LDF ആവശ്യപ്പെടുന്നു. LDFിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെ ഇങ്ങനെ വിവാദമാകുമ്പോഴാണ് CPM കോൺഗ്രസിനെതിരെ തിരിച്ചടിക്കുന്നത്. CPM പറയുന്നത് കോൺഗ്രസ് വയനാട് ദുരന്തബാധിതരുടെ പേരിൽ അവർക്ക് വീട് നൽകാനെന്ന പേരിൽ കോടികൾ പിരിച്ചു, എന്നിട്ട് അത് മുക്കിയിരിക്കുന്നു. അവിടെയുള്ളവർക്ക് വീട് വച്ച് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കോൺഗ്രസിൻ്റെ വാക്ക് വിശ്വസിച്ച ദുരന്തബാധിതർ ഇപ്പോൾ പെരുവഴിയിലാണ് എന്നാണ് ആദ്യം ആരോപിച്ചത്. അപ്പോൾ തന്നെ കണക്ക് പുറത്തു വന്നു. KPCC അധ്യക്ഷൻ പറഞ്ഞത് 5,38,21,632 രൂപ മാത്രമാണ് പിരിഞ്ഞതെന്നും 1 കോടി രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തു, അതും കൂടി ചേർത്ത് 6 കോടി രൂപ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെന്നും അതുപയോഗിച്ച് ഭൂമി വാങ്ങിയെന്നും ഇനി വീട് വയ്ക്കാനായി വേറെ പണം കണ്ടെത്തേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി KPCCയുടെയും AICCയുടെയും ഫണ്ടുകൾ ഉപയോഗിക്കും എന്നുമാണ് അന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞത്. എന്നാൽ ഇതിനെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് CPM പറയുന്നത് KPCC അധ്യക്ഷൻ നുണ പറയുകയാണ്. വെറും 5 കോടിയാണോ നിങ്ങൾ പിരിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിനെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. കോൺഗ്രസ് പണം ചോദിച്ചാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിച്ച് കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഫണ്ട് പിരിക്കുന്നു, കോടികൾ മുക്കിക്കളയുന്നു അല്ലെങ്കിൽ പോക്കറ്റിലാക്കുന്നു. ഇതിൽ രണ്ടിലേതോ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് LDF പറയുന്നു. ഇല്ല എങ്കിൽ കണക്കുകൾ പുറത്തുവിടണം എന്നും LDF പറഞ്ഞു. അതായത് അവർ അതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, അവർ ഒരു താരതമ്യമായി ചൂണ്ടിക്കാണിക്കുന്നത് വയനാട് ദുരിതാശ്വാസകർക്ക് അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് അവർക്ക് വീട് വെച്ച് നൽകാനായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ചെറു പാർട്ടി പോലും 36 കോടി പിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അതേ ആപ്പ് ഉപയോഗിച്ച് തന്നെ പിരിക്കാൻ സാധിച്ചത് വെറും 5 കോടിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സുതാര്യമാക്കണം, ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പുറത്തുവിടണം എന്ന് നേരത്തെ തന്നെ CPM പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ CPMൻ്റെ അതേ MV നികേഷ് കുമാർ തന്നെ മറ്റൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പിരിച്ച തുകയുള്ളത് എന്ന് KPCC നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ധനലക്ഷ്മി ബാങ്കിൽ മാത്രമല്ല, ഫെഡറൽ ബാങ്കിലും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് പിരിക്കാനായി കോൺഗ്രസ് അക്കൗണ്ട് തുറന്നിരുന്നുവെന്നും ഫെഡറൽ ബാങ്കിൻ്റെ വെള്ളയമ്പലത്തെ ശാഖയിൽ കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രധാനപ്പെട്ട 2 പേർക്ക് കോടികൾ കൈമാറിയിട്ടുണ്ട് എന്നും ആരോപണം ഉന്നയിക്കുകയാണ് MV നികേഷ് കുമാർ. എന്തായാലും കോൺഗ്രസ്സിനെ ഈ വയനാട് ദുരിതാശ്വാസ നിധി അത് വല്ലാതെ അലട്ടുകയാണ്. കാരണം അവർ ആദ്യം പറഞ്ഞത് 100 വീടുകൾ കൊടുക്കുമെന്നാണ്. അതിന് ഫണ്ട് പിരിക്കുന്നു, ആ ഫണ്ട് തികയാതെ വന്നു, ഭൂമി ഏറ്റെടുത്തപ്പോൾ തന്നെ തികയാതെ വന്നു എന്ന് പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗ് പോലും 36 കോടി രൂപ പിരിച്ചപ്പോൾ കോൺഗ്രസ്സിന് 5 കോടി മാത്രമേ കിട്ടിയുള്ളൂ എന്ന ഒരു ചോദ്യം, അത് തീർച്ചയായും അതിന് ഉത്തരം നൽകാൻ കോൺഗ്രസ് പെടാപ്പാട് പെടുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 2 അക്കൗണ്ടുകൾ ഉണ്ട് എന്നും രണ്ടാമത്തെ അക്കൗണ്ട് എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല എന്നും ഈ 2 അക്കൗണ്ടുകളിൽ നിന്നും എവിടെയെങ്കിലും ആർക്കെങ്കിലും തുക കൈമാറിയിട്ടുണ്ടോ എന്നും MV നികേഷ് കുമാർ ചോദിക്കുന്നു. മാത്രമല്ല, അങ്ങനെ തുക കൈമാറിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ 2 അക്കൗണ്ടുകളുടെയും സ്റ്റേറ്റ്മെൻറ്റ് വിവരങ്ങൾ പുറത്തുവിടണം എന്നും MV നികേഷ് കുമാർ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം LDFിൻ്റെ ആരോപണമാണ്.
പക്ഷേ UDF-ഓ കോൺഗ്രസ്സോ ഈ ആരോപണങ്ങളിൽ വളരെ കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണമോ തരുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ക്ലിയർ കട്ടായി കോൺഗ്രസ് ഉത്തരം പറയേണ്ടതാണ്. വി ഡി സതീശന് അങ്ങനെ ഉത്തരം പറഞ്ഞ ചരിത്രമാണുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും അതുപോലെ തന്നെ KPCC അധ്യക്ഷനുമെല്ലാം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംശയമായി മാറുകയാണ്. LDF ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, UDF അതിന് മറുപടി പറയാറുമുണ്ട്. പക്ഷേ ഈ ആരോപണത്തിന് UDF-ന് മറുപടിയില്ല എന്നുള്ളതാണ് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. വയനാട് നമുക്കറിയാം, അവിടെ അതീവ ദാരുണമായ ദുരന്തമാണ് ഉണ്ടായത്. ഉറങ്ങിക്കിടന്ന അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ ജനതയെ ഉപയോഗിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും അവകാശമില്ലാത്ത സംഘടനയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.